കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. ലൈഫ് കമ്മ്യൂണിറ്റി എന്ന നമ്മുടെ ഈ വചന പഠന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജോൺ ലോറൻസ് എന്നാണ്. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാതെ യാഥാർത്ഥ്യങ്ങളെ വിശുദ്ധ സഭയ്ക്കും അവിടുത്തെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും വിസ്താരത്തിനുമായി വ്യാപനത്തിനുമായി കൈമാറുന്നത് അനുഗ്രഹമായി കരുതുകയും ഇതൊരു ശുശ്രൂഷയുടെ ഭാഗമായി ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ദൈവമക്കളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. എല്ലാവരും ഇതിനാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നറിഞ്ഞതിൽ കർത്താവിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ വിശേഷമേറിയ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു രഹസ്യമാണ്. എല്ലാ വീഡിയോയിലും വ്യത്യസ്തമായത്, ആഴമായത്, വ്യത്യസ്തമായത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ആക്യുറേറ്റ് ആയിട്ട് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അനേകർക്ക് അനുഗ്രഹമാകുന്നു എന്നതിനും സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരൊറ്റ സ്ത്രീയുടെ പേര് മാത്രമേ അവരുടെ പ്രായത്തിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ പ്രായം മാത്രമേ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 66 പുസ്തകങ്ങൾക്കകത്ത് ഏകദേശം 31,000 വാക്യങ്ങളുള്ള നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സ്ത്രീയുടെ മാത്രം ആയുഷ്കാലം മാത്രമേ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിന് ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യത്തെ സംബന്ധിച്ച വിഷയമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ പോകുന്നത്. ഇതിനകത്തൊരു അനുഗ്രഹീതമായ സന്ദേശമുണ്ട്. ആ സന്ദേശം നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉറപ്പിനും ഇടയായിത്തീരും എന്നതിന് യാതൊരു തർക്കവുമില്ല. ആ സ്ത്രീ മറ്റാരുമല്ല, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഊറിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന സറായി, അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോൾ സാറായിക്ക് 65 വയസ്സുണ്ട്. മക്കളെ പ്രസവിപ്പാനുള്ള കഴിവുകൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. 65 വയസ്സുള്ള ഈ സ്ത്രീ, സാറായി എന്ന പേരുള്ള ഈ സ്ത്രീയെ അബ്രഹാമിന്റെ ഭാര്യയായി ഊറിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു. കനാൻ ദേശത്ത് വരുന്നു. ഈ കനാൻ ദേശത്ത് വന്ന് പാർക്കുന്ന സാറായിക്ക് ദൈവം അബ്രഹാമിനും സാറായിക്കും വാഗ്ദത്തം നൽകുന്നു. നിങ്ങൾക്ക് ഒരു മകനെ തരും എന്നുള്ള വാഗ്ദത്തം നമുക്കിത് വേദപുസ്തകത്തിലെ ചരിത്രത്തിൽ സൺഡേ സ്കൂൾ മുതൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ 1 മുതൽ 1-2 വാക്യങ്ങളിൽ സാറായുടെ മരണം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേ വേദപുസ്തകത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇവിടെയാണ്. ഏബ്രഹാം കെയിം ടു മോൺ ഫോർ സാറ ആൻഡ് വി ഫോർ ഹർ. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെക്കുറിച്ച് ദുഃഖിപ്പാൻ കടന്നു വന്നു. അവൻ കരഞ്ഞു, കണ്ണുനീർ വാർത്തു എന്ന് നമ്മൾ കാണും. തന്റെ സ്വന്തം മകനായ ആബേൽ മരിച്ചപ്പോൾ ആദം കരഞ്ഞു എന്ന് ബൈബിൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ അബ്രഹാം തന്റെ ഭാര്യയെക്കുറിച്ച് കരയുന്നു. ആദ്യമായി കണ്ണുനീർ ബൈബിളിൽ ആദ്യമായി കണ്ണുനീർ ഒരു പുരുഷൻ പരസ്യമായിട്ട് പൊഴിക്കുന്നത് തൻ്റെ ഭാര്യയുടെ വിരഹത്തിലാണ് എന്നത് അതിശയകരമായ ഒരു കാര്യമാണ്. സാറയുടെ ആയുഷ്കാലം ഏകദേശം 127 വയസ്സായിരുന്നു എന്ന് ഉൽപ്പത്തി 23-1 നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷി വാസ് ദ ഓൺലി വുമൺ ഇൻ ദ സ്ക്രിപ്ചർ. അവരുടെ പ്രായം, ജീവിതത്തിന്റെ ആയുഷ്കാലം രേഖപ്പെടുത്തിയിരിക്കുന്നത് സാറയെ കുറിച്ച് മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ സാറായി എന്ന പേര് ദൈവം സാറ എന്ന് മാറ്റുന്നത് കാണാൻ പറ്റും. സാറായി എന്ന വാക്കിന്റെ അർത്ഥം ഡോമിനേറ്റഡ് വൺ, അതായത് എല്ലാവരെക്കാളും തലയെടുപ്പുള്ളവർ അല്ലെങ്കിൽ തലവി എന്നൊക്കെ പറയാം. പക്ഷെ ദൈവം അവളുടെ പേര് സാറായി എന്നതിന് സാറ ആക്കി മാറ്റിയപ്പോൾ ആ പേരിന്റെ അർത്ഥം രാജകുമാരി, പ്രിൻസസ് എന്നാക്കി മാറ്റി. ഇസഹാക്കിനെ സംബന്ധിച്ച് നമുക്കറിയാം, വാഗ്ദത്തം ലഭിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ അവള് കൂടാരത്തിനകത്ത് ചിരിക്കുന്നത് കാണാൻ പറ്റും. ആ ചിരി പരിഹാസത്തിലല്ല, ദൈവമേ ഇതെങ്ങനെ നടക്കും എന്ന വിഷയത്തിലാണ് ചിരിച്ചതെങ്കിൽ അവളുടെ ജീവിതത്തിന്റെ ചിരിയെ യാഥാർത്ഥ്യമാക്കാൻ ചിരി എന്നർത്ഥമുള്ള ഒരു ഇസഹാക്കിനെ ദൈവം അവൾക്ക് യഥാർത്ഥമായി കൊടുത്തു. പലപ്പോഴും നടക്കുമോ എന്ന് പറിച്ച് ഊറി അവിശ്വാസത്തിൽ ചിരിക്കുന്ന ചിരിയെ എന്നേക്കുമായി നിലനിൽക്കുന്ന ആനന്ദത്തിന്റെ ചിരിയാക്കി മാറ്റുന്ന നമ്മുടെ ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ഇവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ സാറായി കൂടാരത്തിനകത്ത് ചിരിക്കുന്നുണ്ട്. എന്നാൽ 21-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ അവളുടെ സന്തോഷം യാഥാർത്ഥ്യമായി മാറുന്നതുമുണ്ട്. ഇങ്ങനെ ആദ്യമായി വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ പറഞ്ഞു, കണ്ണുനീർ പൊഴിച്ച മനുഷ്യൻ അബ്രഹാമാണ്. ഹി വെപ്റ്റ്, ഹി വീപ്പ് എന്നെഴുതിയിരിക്കുന്നവൻ വളരെ ദുഃഖിതനായിരുന്നു എന്ന് കാണുന്നു.
ദുഃഖം എന്ന വാക്കിന് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന പദം ബാഖ എന്നാണ്. ആദമ് തൻ്റെ മകനെക്കുറിച്ച് നിശ്ചയമായും കരഞ്ഞു കാണും, ഹൗവ വാവിട്ട് നിലവിളിച്ച് കാണും, പക്ഷേ അവരുടെ ദ ടീയേഴ്സ് വെയർ നോട്ട് റെക്കോർഡഡ്. യാക്കോബ് തൻ്റെ പുത്രനായ ജോസഫിനെ കുറിച്ച് കരഞ്ഞു, നമുക്കറിയാം, അബ്രഹാമിന് മുമ്പ്. പക്ഷേ ദ ടീയർ അവരും കണ്ണുനീർ കൊഴിച്ചു എന്നത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇതൊന്നും ഇതിനു മുമ്പുള്ള സംഭവങ്ങളിലൊന്നും തന്നെ ആ പദങ്ങൾ ഉപയോഗിക്കാതെ ഇത് ഇവിടെ മാത്രമായിട്ട് കാണുന്നു. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് റെക്കോർഡ് ഇൻസ്റ്റൻസ് ഓഫ് എ മാൻ വീപ്പിംഗ് ഇൻ ദ സ്ക്രിപ്ചർ. ഒരു പുരുഷൻ കരയുന്നതിനെ കുറിച്ച്, കണ്ണുനീർ പൊഴിക്കുന്നതിനെ കുറിച്ച് ഇവിടെ കാണുകയാണ്. നോട്ട് ദ ഫസ്റ്റ് ടൈം എ മാൻ എവർ ക്രൈഡ്. അതും കൂടെ നിങ്ങൾ മറക്കരുത്. ഭൂമിയിൽ ആദ്യമായിട്ടൊരു മനുഷ്യൻ കരഞ്ഞത് അതാണെന്ന് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി 2000 വർഷമായിട്ട് ഈ ഉൽപ്പത്തി പുസ്തകം 23:1 കുറിച്ച് ഈ ജൂയിഷ് പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ഡിസ്കഷൻ നടക്കാറുണ്ട്. അപ്പം ഈ 127 വർഷം എന്ന ആ സംഖ്യയെക്കുറിച്ച് കൃത്യമായിട്ട് അവർ പഠിക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം 127 വേദപുസ്തകത്തിനകത്ത് 2 പ്രാവശ്യം മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഫുൾ ബൈബിളിൽ 2 പ്രാവശ്യം മാത്രമേ 127 എന്ന നമ്പർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഉൽപ്പത്തി 23:1 2 എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അതായത് അഹശ്വേരോശ് രാജാവ് 127 പ്രവിശ്യകളെ ആണ്ടിരുന്നു. അതായത് മേദ്യ പേർഷ്യയുടെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി ഏകദേശം 127 നേഷൻസ് ആയിരുന്നു, പ്രൊവിൻസസ് ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ജൂയിഷ് ട്രഡീഷനിൽ കൃത്യമായിട്ട് ദേ ആർ കണക്ടിങ് ദിസ് ടു 127, അതായത് 127 എന്ന ഈ 127 എന്ന സംഖ്യയെ ഒരുമിച്ച് കണക്ട് ചെയ്ത് പഠിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ അത് മിഡ്രാഷ് റബയിൽ എസ്തർ റബ ഉണ്ട്. അതായത് ഈ റബനിക്കൽ സ്റ്റഡിയെ കുറിച്ചാകട്ടെ മിഡ്രാഷ് റബ എന്നൊക്കെ പറയുന്നത്. അപ്പൊ റബി ഇതിനകത്തൊരു ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു, വൈ 127 പ്രൊവിൻസസ്? അപ്പം ബിക്കോസ് എസ്തർ വാസ്, ഇതിന് അവർ കൊടുക്കുന്ന പഠനത്തിൽ ഇങ്ങനെയാണ്, എസ്തർ എന്ന് പറയുന്നത് സാറായിയുടെ പിൻഗാമിയെ കൊച്ചു മകളാണ്. ലിവ്ഡ് 127 വയസ്സ് വരെ ജീവിച്ചിരുന്ന സാറായിയുടെ പുത്രിയാണ്, സാറായിയുടെ കൊച്ചുമകളാണ് എസ്തർ എന്ന് പറയുന്ന ആ അഹശ്വേരോശിന്റെ രാജാവിൽ അടിമകളായി പോയ ഒരു അനാഥയായ പെൺകുട്ടി. അപ്പം ഈച്ച് ഇയർ ഓഫ് സാറ, അവർ പഠിപ്പിക്കുന്നത് ഈച്ച് ഇയർ ഓഫ് സാറാസ് ലൈഫ് കറസ്പോണ്ടഡ് സിംബോളിക്കലി ടു 1 പ്രൊവിൻസ് ഓവർ വിച്ച് എസ്തർ എക്സസൈസ്ഡ് ഇൻഫ്ലുവൻസ്. അതായത് സാറായിയുടെ ജീവിതത്തിൽ ഓരോ വർഷവും എസ്തർ ഭരിച്ചിരുന്ന ആ മേദ്യ പേർഷ്യ രാജ്യത്തെ 127 സാമ്രാജ്യങ്ങളിൽ, പ്രവിശ്യകളിൽ എസ്തറിന്റെ സ്വാധീനത്തെ കാണിക്കുന്നു എന്ന്. ദിസ് ഇസ് നോട്ട് എ ലിറ്ററൽ പ്രോഫസി. ഇതൊരിക്കലും ഒരു പ്രവചനമല്ല, ഇതൊരു റബനിക്കൽ ടൈപ്പോളജിയാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മറക്കാതെ വെക്കണം. യഹൂദന്മാരുടെ ഏറ്റവും മിഡ് ടൈമിൽ, മിഡീവൽ പീരീഡിലെ ഏറ്റവും ശ്രേഷ്ഠനായ പണ്ഡിതനായിരുന്നു റാഷിയുടെ കമന്ററി ഉണ്ട്. റാഷി പഴയ നിയമത്തിൽ കൊടുക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിന്, ഈ ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇംഗ്ലീഷ് ബൈബിള്, സോറി 1 മിനിറ്റ്, അതിൽ ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാം. ജനസിസ്, ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് എടുത്തോട്ടെ. ഉൽപ്പത്തി 23 അപ്പൊ ജൂഷ് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ആൻഡ് സാറ വാസ് 107 and 22 years old. സാറായിക്ക് 100, പിന്നെ 7, പിന്നെ 20 വർഷം. 100, 7, 20 വർഷം എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് റബനിക്കൽ സ്റ്റഡിയിൽ അവർ പറയുന്നത് 100 years and 20 years and 7 years. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം, റാഷി അതിനകത്ത് കൊടുക്കുന്ന കമന്ററി, അറ്റ് 100 years she was like 20 regarding sin. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ?
എന്നോട് പറയാം. 100 വയസ്സിൽ അവൾക്ക് പാപത്തിന്റെ കാര്യത്തിൽ 20 വയസ്സായിരുന്നു. അതവരുടെ പഠനമാകട്ടോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം 100 വയസ്സാകുമ്പോൾ, അതുകൊണ്ട് കഴിക്കുന്നത് 100, 20, 7, 127 എഴുതുന്നതിന് പകരം 100, 20, 7 എഴുതുമ്പോൾ 100 വയസ്സിൽ അവൾക്ക് ലോകത്തിലുള്ള പാപത്തെ സംബന്ധിച്ച വിഷയത്തിനകത്ത്, അല്ലെങ്കിൽ ഉടമ്പടിയുടെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം 20 വയസ്സായിരുന്നു. 20 വയസ്സിൽ അവൾക്ക് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ 7 വയസ്സായിരുന്നു. എന്തെങ്കിലും മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. 20 വയസ്സിൽ അവൾക്ക് പാപത്തിന്റെ കാര്യത്തിൽ 100 വയസ്സിൽ അവൾക്ക് പാപത്തിന്റെ കാര്യത്തിൽ 20 വയസ്സായിരുന്നു. അപ്പൊ 20 വയസ്സുകാരുടെ ആ ബോധത്തിൽ അവൾ 100 വയസ്സിൽ ജീവിച്ചിരുന്നത്. 7 വയസ്സുകാരുടെ സൗന്ദര്യമായിരുന്നു അവൾക്ക് 20 വയസ്സിൽ. സോ അവളുടെ ഏജിനെ ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കാണാം. ദിസ് ഈസ് ഒരു ക്ലാസിക് ഇന്റർപ്രിട്ടേഷൻ ആണ് ഈ ഏകദേശത്തോളം റാഷി ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് 100 years, 20 years and 7 years. സോ ഇത് യൂഷ്വലി ഇവരുടെ പഠനത്തിന് വേണ്ടി കൊടുത്തിരിക്കും. അപ്പം മെനി ജൂയിഷ് സ്കോളേഴ്സ് ഈ സ്റ്റേജസ് ഓഫ് ഈ സാറായുടെ ലൈഫിനെ ഇങ്ങനെ പറയുന്നത്, ദീസ് ആർ ദ ഇയേഴ്സ് ഓഫ് സാറാസ് ലൈഫ്. ഇതാണ് സാറയുടെ ജീവിതത്തിന്റെ വർഷങ്ങൾ. ഞാൻ ആ ഒരു മേഖലയിൽ കൂടുതൽ പോകാതെ മുമ്പോട്ട് വരികയാണ്. ഇനി ഇതിനകത്തൊരു ഡീപ്പായിട്ടുള്ളൊരു കവനന്റ് സിഗ്നിഫിക്കൻസ്. സാറ ഇസ് നോട്ട് മിയർലി ആൻ ഇൻഡിവിജ്വൽ വുമൺ. നിങ്ങൾ മനസ്സിലാക്കണം, സാറ ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല കാണേണ്ടത്. പോൾ ലേറ്റർ ഐഡന്റിഫൈ ആസ് എ മദർ ഓഫ് കവനന്റ് പീപ്പിൾ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് സാറായി, അവൾ എന്ത് ചെയ്യുന്നു, അവകാശിയെ, അല്ലെങ്കിൽ സാറായി എന്ത് ചെയ്യുന്നു, സ്വതന്ത്രയാകുന്നു. അവൾ എന്ത് ചെയ്യുന്നു, സ്വതന്ത്രമായ മക്കളെ പ്രസവിക്കുന്നു എന്ന് കാണുന്നു. ഹാഗർ ഓൾഡ് കവനന്റിനെ കാണിക്കുന്നു, സാറായി ന്യൂ കവനന്റ് പ്രോമിസിനെ കാണിക്കുന്നു. അപ്പൊ സാറയുടെ നമ്പർ ബിക്കം എ സിംബോളിക്. അവളുടെ പേരിലെ അവളുടെ വയസ്സിന്റെ ആ നമ്പർ എന്ന് പറയുന്നത് ഒരു സിംബോളിക്കിൽ നമ്മൾ വെച്ചാൽ ഷീ റെപ്രസെന്റ് പ്രോമിസസ്, ഇൻഹെറിറ്റൻസ്, മിറാക്കുലസ് ബർത്ത്. ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളും ഞാനും ജഡത്തിന്റെ ഇഷ്ടത്താലും പുരുഷന്റെ ഇഷ്ടത്താലും രക്തത്താലും ജനിച്ചവരല്ല, നമ്മൾ ദൈവത്താൽ പിറന്നവരാണ്. നമ്മുടെ ബർത്ത് ഇവിടെ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഛായയിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ മിറാക്കുലസ് ബർത്ത് എന്ന് നിങ്ങൾ മറക്കരുത്. സോ ഇറ്റ്സ് എ കവനന്റ് ഫുൾഫിൽമെന്റ്. സാറായി റെപ്രസെന്റ്സ് കവനന്റ് ഫുൾഫിൽമെന്റ് ആണെന്ന് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി ഈ 23 ജെനസിസ് ഞാൻ പറഞ്ഞല്ലോ, ആ 100 വർഷം, 20 വർഷം, 7 വർഷം എന്ന നിലയിൽ സാറായിയുടെ ആയുഷ്കാലത്തെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി അബ്രഹാം ഈ സാറായെ അടക്കം ചെയ്യുന്നത് മക്ബേല ഗുഹയിലാണ്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി 23 വായിക്കുന്നത്, അന്ന് നടന്നതിൽ ഏറ്റവും വലിയൊരു ട്രാൻസാക്ഷൻ, ഈ ഏറ്റവും കൂടുതൽ കൊടുക്കുവാങ്ങൽ, എനിക്കൊന്ന് ബൈബിളില് വാക്തത്വ ഭൂമി, വളരെ ഇമ്പോർട്ടന്റ് കാര്യം കേട്ടോ. വാക്തത്വ ഭൂമിയിൽ, പ്രോമിസ് ലാൻഡിൽ അബ്രഹാം വില കൊടുത്തു വാങ്ങിയ ഏക സ്ഥലം മക്ബേല ഗുഹയാണ്. അതിനകത്ത് ആ ലീഗൽ ട്രാൻസാക്ഷനകത്ത് ബൈബിൾ പറഞ്ഞു വിറ്റ്നസസ് ഉണ്ടായിരുന്നു. അത് പട്ടണവാതിൽ വെച്ചാണ് നടന്നത്. നെഗോഷിയേറ്റ് ചെയ്യപ്പെട്ട പ്രൈസാണ്. സിൽവർ തൂക്കിയാണ് കൊടുത്തത്. ആ ലീഗൽ ഓണർഷിപ്പ് അബ്രഹാം ലഭിക്കുന്നുണ്ട്. കൃത്യമായ ആ പ്രോപ്പർട്ടിക്കൊരു ബൗണ്ടറിയുമുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇതൊരു ലീഗൽ ലീഡ്. ബൈബിളിന് ആദ്യമായി ദൈവം വാക്തത്വം ചെയ്ത ഭൂമിയിൽ, ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞ ഭൂമിയിൽ, ഈ കാണുന്ന ഭൂമി നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമാണ് എന്ന് പറഞ്ഞ് തമ്പുരാൻ കൊടുത്ത ഭൂമിയിൽ താൻ വില കൊടുത്തു വാങ്ങി എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഗുഹ, മക്ബേല ഗുഹ. എപ്പോഴും ഈ ശവങ്ങൾ അടക്കുവാൻ, ശരീരത്തെ അടക്കുവാനായിട്ട് ആ ഒരു ലാൻഡ് അല്ലെങ്കിൽ ആ ഒരു ഗുഹ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഇതിനകത്ത് ഇവർക്ക് അധികമായൊരു പ്രത്യാശ ഇവരുടെ ഉള്ളിൽ നിശ്ചയമായിട്ടും ദൈവം കൊടുത്തിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അബ്രഹാം അവിടെ പറയുന്ന ചില വാക്കുകളുണ്ടെന്ന്. അബ്രഹാം പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടില് സോജൻ, ഐ എം എ സ്ട്രേഞ്ചർ ആൻഡ് സോജനർ എമംഗ് യു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരദേശിയാണ് എന്ന് താൻ പറയുന്നുണ്ട്. അതായത് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് എബ്രഹാം ദ ലാൻഡ്. ഉൽപ്പത്തി 22:7, 13-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 17 വാക്യങ്ങളില്, 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെ വാക്യങ്ങളില് അബ്രഹാം ഈ നാടിന്റെ സ്വന്തമാണ്. ഈ നാട് നിനക്ക് നിന്റെ സന്തതിക്കും അവകാശം. പക്ഷെ ഈ സ്വന്തമായ ഭൂമി ആരെങ്കിലും പർച്ചേസ് ചെയ്യും? ആലോചിച്ച് നോക്കണം. സ്വന്തമായ
ദൈവം തമ്പുരാൻ സ്വന്തമായി ഫ്രീ ആയിട്ട് കൊടുത്ത ലാൻഡിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസ്, ഒരു പീസ് ഓഫ് ലാൻഡ് താൻ എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്യാണ്. എബ്രായ ലേഖനം 11-ാം 9-ാമത്തെ വാക്യത്തിലും 10-ാം വാക്യത്തിലും അബ്രഹാം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്ത് പരദേശിയായി ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 11-ാം 13 കൺഫസ് ദേ വർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ് ഓൺ ദി എർത്ത്. ഇവരെല്ലാവരും തങ്ങൾ പരദേശികളും എന്താണ് വഴിയാത്രക്കാർ, ഞങ്ങൾ തീർത്ഥാടകരാണെന്ന നിലയിലാണ് അവർ, ഞങ്ങൾ വഴിപോക്കരാണെന്ന നിലയിൽ സംസാരിക്കുന്നത് പഴയ നിയമത്തിൽ നമുക്ക് ഇവരെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് പൊസഷൻ വാസ് ദ ബറിയൽ കേവ്. വൈ? And this is the very, very important truth. The old covenant people believed they have a resurrection. റിസറക്ഷനെ സംബന്ധിച്ച വലിയൊരു വെളിപ്പാട് ദൈവം ഇവർക്ക് കൊടുത്തിരുന്നു. അത് പുതൻ യെരൂശലേമിൽ യേശുക്രിസ്തുവിന്റെ നിയമത്തിൽ, പുതുനിയമത്തിൽ സാധ്യമാകുമെന്നുള്ള കൃത്യമായ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്ത് ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ട നഗരത്തിനായി കാത്തിരുന്നു. താൻ വാഗ്ദത്ത ഭൂമിയിൽ സ്വന്തം ദേശത്ത് അന്യദേശക്കാരൻ എന്ന പോലെ താമസിക്കുക. എന്നിട്ട് പുതുവാന ഭൂമിയിൽ പുത്തൻ യെരൂശലേമിൽ പുത്തൻ നിയമത്തിന്റെ അകത്ത് തങ്ങൾ ഉയർപ്പ് പ്രാപിക്കും. ആദമിലൂടെ സംഭവിച്ച മരണത്തിന് യേശുക്രിസ്തുവിലൂടെ അത് ലഭ്യമാകും എന്നതിന്റെ തെളിവായിട്ട് ഈ ബറിയൽ കേവ് അദ്ദേഹം പൊസസ് ചെയ്യുകയാണ്. കേവ് ഓഫ് മക്ബേല. ഇതിനകത്ത് സാറായാണ് ഫസ്റ്റ് പേഴ്സൺ അടക്കപ്പെടുന്നത്. സാറായി ഒക്കെ ചിന്തിക്കും, നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക. സാറായി ദ വുമൺ, ദ വൈഫ് ഓഫ് ഏബ്രഹാം. രണ്ട് സാറായി, ഏബ്രഹാം വാസ് ബറീഡ് there. Then Isaac was buried there. Rebecca was buried there. ജേക്കബ് അവിടെ തന്നെ അടക്കം ചെയ്യപ്പെട്ടത്. ലേയും ഇവിടെ തന്നെ അടക്കം ചെയ്യപ്പെട്ടത്. ഏകദേശം 6 പേരാണ് മക്ബേല ഗുഹയിൽ അടക്കം ചെയ്യപ്പെട്ടത്. എന്നാൽ അബ്രഹാമിന്റെ മറ്റൊരു ഇഷ്ടഭാര്യയായിരുന്ന റേച്ചൽ എഫ്രാത്തിൽ ഒണ്ടവയിൽ അടക്കം ചെയ്യപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫാമിലിക്കകത്ത് റേച്ചൽ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഇവിടെ അടക്കം ചെയ്യപ്പെടുന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. ജോസഫിന്റെ അസ്ഥി കൊണ്ടുവന്നും മക്ബേല ഗുഹയിലല്ല അടക്കം ചെയ്തത്. അത് മറ്റൊരു സ്ഥലത്ത് അടക്കം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ കാണാനായിട്ട് പറ്റും. സോ ഇവരുടെ ഫാമിലി കലറയെ, കുടുംബ കലറ എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പൊ സാറ ബെക്കുമ്പോൾ ഫസ്റ്റ് പ്ലാന്റഡ് ഇൻ ദ പ്രോമിസ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, ഉയർത്തെഴുന്നേൽപ്പ് എന്ന വാക്തത്വത്തിൽ ആദ്യമായി 1 കൊരിന്ത്യർ 15-ന്റെ വാക്യങ്ങൾ അനുസരിച്ച് വിതയ്ക്കപ്പെട്ടത് ഫസ്റ്റ് പേഴ്സൺ ദോസ് ഹു ആർ പ്ലാന്റഡ് ഇൻ ദ പ്രോമിസ്. വാക്തത്വത്തിൽ ആദ്യം വിതയ്ക്കപ്പെട്ടത് സാറായി. ദിസ് എക്സലന്റ് ആയിട്ടൊരു ബിബ്ലിക്കൽ ഇമേജറിയാണ്, നിങ്ങൾ മറന്നു പോകരുത്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഇത് പ്ലാന്റഡ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ 1 കൊരിന്ത്യർ ലേഖനത്തിൽ നാം എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയാണ് മറ്റൊരു ശരീരത്തോട് ഉയർക്കുമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുമെന്ന് യേശുക്രിസ്തു പറയുമ്പോൾ ഇസ് സോയിങ് ഇൻ ദ ഫീൽഡ് മരണത്തോടുള്ള ബന്ധത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എഫ്രോൺ എന്ന് പറയുന്ന ആളുടെ അടുക്കൽ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത്. ഏകദേശം 400 ഷേക്കൽ വെള്ളി കൊടുത്ത് അവർ 20 സാധാരണ നിലവിലേക്ക് 20 ടൈംസ് ഗോയിങ് റേറ്റ്, വലിയ എന്ന് പറയുന്നത് നിലവിലുള്ളതിനേക്കാൾ വില കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത്. നിങ്ങൾ ജസ്റ്റ് നിലക്കിന് 20 മടങ്ങ് കൂടുതലായിരുന്നു എന്നത് നിങ്ങൾ മനസ്സിലായിക്കൊണ്ട്. അതായത് ജെരമ്യാവിന്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ ഒരു ഫീൽഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ അടുത്ത ദിവസങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഫീൽഡ് 32-ാം അധ്യായത്തിൽ അത് വെറും 17 ഷേക്കൽ കൊടുത്തിട്ടാണ് ഒരു വലിയ ഭൂമി വാങ്ങിക്കുന്നത്. അപ്പം അന്ന് സംഭവിക്കുന്ന എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് മക്ബേല ഗുഹ ഭയങ്കര ഹൈ കോസ്റ്റ് കൊടുത്താണ് വാങ്ങിച്ചത്. ഇപ്പൊ സെഞ്ചുറീസ് ഉണ്ട്, എക്കണോമിയുടെ വ്യത്യാസമുണ്ട്, ലൊക്കേഷൻസ് ഉണ്ട്, പ്രോപ്പർട്ടിയുടെ സൈസ് ഉണ്ട്. എങ്കിലും ഈ 400 ഷേക്കൽസ് വാസ് എന്ന് പറയാൻ എക്സ്പെൻസീവ്.
കല്ലറ എക്സ്പെൻസീവ് വാങ്ങിച്ചത്. എന്റെ അർത്ഥം എന്താ? അബ്രഹാം ചതിക്കപ്പെട്ടതും വഞ്ചിക്കപ്പെട്ടതുമല്ല, ബട്ട് ഈ they believed the life after this worldly life. കർത്താവിന്റെ കൂടെയുള്ള നിത്യരാജ്യത്തിലെ ജീവിതത്തിന്റെ പ്രത്യാശയും അതിന്റെ വാല്യൂ ആണ്. കല്ലറയ്ക്ക് 400 ഷേക്കൽ കൊടുത്ത് നിലവിലുള്ള കാശിനേക്കാൾ 20 മടങ്ങ് 20 മടങ്ങ് കൊടുത്തു വാങ്ങിച്ചു. അപ്പൊ നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കും. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ചിന്തകളൊന്ന് പോയിക്കുകയും ആ സാഹചര്യത്തെ എങ്ങനെയാണ് അവർ കാണുന്നത് എന്ന്. ജോസീഫസ് ഈ തൻ്റെ പുസ്തകത്തിലെ ഈ മോണുമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ബറിയൽ പ്ലേസിനെ കൺഫേം ചെയ്യുന്നുണ്ട്. ഞാനതൊന്നും കൂടുതൽ പറയുന്നില്ല. ഹെറോദ് പിന്നെ അതിനെ നിലനിർത്തിക്കൊണ്ട് വലിയ മക്ബേല ഗുഹയുടെ മുകളിൽ വലിയ ഹെറോഡിയൻ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിപ്പാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമ്പർ നമുക്കിനി 127 ആ സംഖ്യയിലേക്കൊന്ന് പോകാം. ഞാൻ പറഞ്ഞില്ല 2 പ്രാവശ്യം മാത്രമേ 127 എന്നുള്ള സംഖ്യ ബൈബിളിലുള്ളൂ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, പഴയ നിയമത്തിൽ എന്തെങ്കിലും ഒരു സംഖ്യ ഉണ്ടെങ്കിൽ, ഒരു അക്ഷരം ഉണ്ടെങ്കിൽ അതെല്ലാം അർത്ഥമുണ്ട്. കാരണം ഇന്നത്തെ ഭാഷയുടെ വിസ്താരത്തിലല്ല അന്ന് എഴുതിയിരുന്നത്. ഇന്ന് നമ്മുടെ ഉണ്ടായിരിക്കുന്ന ഭാഷയുടെ ഒരു എക്സ്പാൻഷൻ അന്നില്ലായിരുന്നു. പരിമിതമായ ഭാഷകളും വാക്കുകളുമായിരുന്നു. പക്ഷെ അന്ന് അവർക്ക് പല നിലയിൽ അവരുടെ കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ വേണ്ടി സംഖ്യകൾ ഉപയോഗിച്ചിരുന്നു, അക്ഷരങ്ങൾ ഉപയോഗിച്ചിരുന്നു, ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നു. പലതുമുള്ളത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. എസ്തറിന്റെ പുസ്തകം 1-ലും ഉൽപ്പത്തി 23-ലുമാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് കാണും. സോ എസ്തറിലേക്ക് നമ്മൾ വരുമ്പോൾ അവൾ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ, ഹിന്ദു ദേശം മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രൊവിൻസസിൽ എസ്തർ എന്ന് പറയുന്ന രാജ്ഞി, അഹശ്വേരോശിന്റെ ഭാര്യയായ എസ്തർ രാജ്ഞിക്ക് സ്വാധീനമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ചുമ്മാതെ വെറുതെ സാറായിയും എസ്തറിനും തമ്മിൽ ഇങ്ങനെ ഒന്ന് നമ്പറിന്റെ പേരിലൊന്ന് കൂട്ടിക്കുഴയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നിൽക്കുക എന്നതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. മറിച്ച് എസ്തർ റബ, അതായത് എസ്തറിനെ കുറിച്ച് പുസ്തകങ്ങളെ കുറിച്ചുള്ള റബനിക്കൽ സ്റ്റഡി അനുസരിച്ച് 127 Sarah lived 120 years. Therefore, Esther ruled 127 provinces. ഈ ഐഡിയ ഒരു സിംബോളിക്കാണ്. സാറ സ്പിരിച്വലി ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് until her daughter Esther governed the same number. അതായത് സാറ സ്പിരിച്വൽ ഇൻഫ്ലുവൻസസ്, സാറയുടെ ആത്മീകമായ സ്വാധീനം അവളുടെ കൊച്ചുമകളായ എസ്തറിന്റെ 127 പ്രവിശ്യകളുള്ള സ്വാധീനവുമായി, ഗവേണിംഗ് സ്വാധീനവുമായിട്ട് കൂട്ടി വായിക്കുകയാണ്. ദിസ് ഈസ് എ ക്ലാസിക് മിഡ്രാഷ്, നോട്ട് ബിബ്ലിക്കൽ എക്സർജൈസിസ്. അത് നിങ്ങൾ മറന്നുപോയി. ബൈബിളിനകത്തെ വ്യാഖ്യാനമൊന്നും അല്ലത് കേട്ടോ. ഞാൻ ജസ്റ്റ് ടുക്ക് ദീസ് ഓൾ തിങ്സ് ഫ്രം ദ റബനിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്കറിയാമോ ഈ എസ്തറിന്റെ പേരെന്ന് പറയുന്നത് ഹദസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൊളുന്തെന്നാണ്. എസ്തർ എന്ന വാക്കിൻ്റെ അർത്ഥം ഹിഡൻ എന്നാണ്. അതായത് ഈ കൊളുന്തെന്ന് പറയുന്നതിനെ, കൊളുന്ന് പറഞ്ഞ മണമുള്ളതല്ലേ, മിർട്ടിൽ എന്ന് പറയും. മിർട്ടിൽ റിലീസസ് ഫ്രാഗ്രൻസ് മീൻസ് ക്രഷ്ഡ്. അതൊന്നും ഞെരുക്കിയാൽ ഭയങ്കരമായിട്ട് മണം വരും. നമ്മുടെ നാട്ടിലൊക്കെ കൊളുന്തില്ലേ, ആ ഇലയെടുത്ത് ഇങ്ങനെ ഒന്ന് ഞെരടി കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും അല്ലേ. അതായത് നമുക്കിതെല്ലാവരും പ്രസംഗിച്ചിട്ടുള്ളത്. ഹദസ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അർത്ഥം അതാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. സോ അത് മാറ്റിയിട്ട് അവൾ എന്തായി മാറി, ഹിഡനായി. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എസ്തറിന്റെ പുസ്തകത്തിൽ ദൈവാദി ദൈവത്തിന്റെ പേരില്ല. പരസ്യമായിട്ട് ദൈവം എന്ന പേരോ എലോഹിം എന്ന പേരോ എന്ന പേരൊന്നും കൊടുക്കാതെ, ദൈവത്തെക്കുറിച്ച് ഒരു നാമകരണവും കൊടുക്കാതെ എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് ദൈവമില്ല, ദൈവത്തെക്കുറിച്ചുള്ള നാമമില്ല. പക്ഷെ ഗോഡ് വാസ് ഹിഡൻ ദെയർ. ദൈവം അവിടെ എന്തിരിക്കാം, മറിഞ്ഞിരിക്കുക. കാരണം അതിനകത്ത് ഒരു ഉദാഹരണം, കാരണം അവർ ദൈവം യാഹ്വേ എന്നവർക്കറിയാം. യഹോവയായ ദൈവം സർവശക്തനായ ദൈവമാണെന്നവർ കൃത്യബോധ്യമുണ്ട്. പക്ഷെ എസ്തറിന്റെ പുസ്തകത്തിനകത്ത് അത് എഴുതാത്തതിൻ്റെ കാരണം ദൈവം എസ്തർ എന്ന പേരിന്റെ അർത്ഥം തന്നെ ഹിഡൻ എന്നാണ്. ഹിഡൻ മറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പൊ മറഞ്ഞിരിക്കുന്ന ആ പുസ്തകം, അവൾ പേരിലെ മറഞ്ഞിരിക്കുമ്പോൾ അവളുടെ ദൈവവും അതുപോലെ തന്നെ
ഈ 127 പ്രൊവിൻസൻസിൽ തന്റെ ജനം, ഉടമ്പടിയുടെ ജനം പാർക്കുന്ന, ചിതറിപ്പാർക്കുന്ന ഈ നാട്ടിൽ ദൈവവും രഹസ്യമായി ഹിഡനായി പ്രവർത്തിക്കുന്നു എന്നൊരു രഹസ്യം നമുക്കവിടെ കാണാൻ പറ്റും. ഞാനതിന് മുൻപൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൽ ഈ ഹാമാനെയും രാജാവിനെയും കൂടെ വിരുന്നിന് വിളിക്കുന്ന ഒരു സാഹചര്യം 5-ാം അധ്യായത്തിൽ കാണാം. രാജാവും ഹാമാനും ഇന്ന് എൻ്റെ വിരുന്നിന് വരണം എന്ന് ഈ യഹൂദ സ്ത്രീയായ എസ്തർ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഈ ഇൻവിറ്റേഷനകത്ത് ഇങ്ങനെ യാവോ ഹമലേക് വഹ്മാൻ ഹയൂ, യാവോ ഹമലേക് വഹ്മാൻ ഹയൂം എന്ന വാക്കിന് അവള് ഇൻവിറ്റേഷനിൽ കൊടുക്കുമ്പോൾ അസ് എ ജൂയിഷ് ലേഡി അവൾക്കറിയാം ആ ഇൻവിറ്റേഷനകത്തെ 4 വാക്കുകൾ ആരംഭിക്കുന്നത്, ഒന്ന് യാവോ വായ് യോധ്, ഹ മലേക് രാജാവും, ഹ ഹെജ് ഹേ യൂത്ത് ഹേ, വ ഹമാൻ വാവ് ഹയൂം ഹേ, യൂത്ത് ഹേ വാവ് ഹേ. അപ്പൊ ഈ കൊടുത്ത ഇൻവിറ്റേഷനകത്ത് രാജാവും ഹാമാനും വിരുന്നിന് വരണമെന്നാ പറഞ്ഞത്. പക്ഷേ എസ്തർ പറഞ്ഞത് രാജാവും ഹാമാനും വിരുന്നിന് വരും, വിരുന്ന് ഒരുക്കപ്പെടും. പക്ഷെ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടമസ്ഥനായ എൻ്റെ ദൈവം, ഞാൻ സേവിക്കുന്ന അത്യുന്നതനും സർവശക്തനുമായ എൻ്റെ അപ്പൻ, എൻ്റെ ദൈവം, he will be there in that banquet as a secret guest. കാര്യങ്ങൾ അതിൻ്റെ നിജസ്ഥിതിയിൽ കൊണ്ടുവരേണ്ടതിന് രാജാവും ഹാമാനും എത്തുന്ന വിരുന്നിൽ മറ്റൊരു വിരുന്നുകാരനെത്തും. അത് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവമാ. ആ ദൈവത്തിന് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഹിഡൻ ആയിട്ട് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിരിക്കുക. യാവോ ഹമലേക് വഹ്മാൻ ഹയൂം, രാജാവും ഹമാനും എൻ്റെ വിരുന്നിന് വരണം. എസ്തറിന്റെ പുസ്തകത്തിൽ എൻ്റെ ദൈവം മറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. സോ സാറായി പ്രിസർവ്സ് ദ കവനന്റ് ബിഫോർ ഇസ്രായേൽ എക്സിസ്റ്റസ് എ നേഷൻ. സാറായി ദൈവികമായ ആ ഉടമ്പടിയുടെ നാട് ഉണ്ടാകുന്നതിന് മുൻപ് കവനന്റിനെ സൂക്ഷിച്ചു. എസ്തർ പ്രിസർവ്സ് ദ കവനന്റ് ആഫ്റ്റർ ഇസ്രായേൽ സ്കാറ്റേർഡ് അമംഗ് ദ നേഷൻസ്. ഇസ്രായേൽ മുഴുവൻ, ലോകം മുഴുവൻ ചിതറിപ്പോയപ്പോൾ ആ ജനതയെ സൂക്ഷിക്കാൻ ദൈവം എസ്തറിനെ ഉപയോഗിച്ചു. എസ്തറിന്റെ റൂളിംഗ് ഓവർ 125 provinces. This is a completely biblical. Ahasuerus reigned over 127 provinces. അത് ബിബ്ലിക്കലി നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കറിയാം ഇസ്രായേൽ മക്കളെ മുഴുവൻ കൊന്നുകളയാൻ വേണ്ടി ഹാമാൻ ഒരു വലിയ ഡിഗ്രി പുറപ്പെടുവിക്കുന്നു ത്രൂ ഔട്ട് ദ എംപയർ. എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 15 വരെ വായിക്കാൻ പറ്റും. എസ്തർ അതിന് പകരം ഒരു കൗണ്ടർ ഡിഗ്രി അതുപോലെ തന്നെ പുറപ്പെടുവിക്കുന്ന 120 സാമ്രാജ്യങ്ങളിൽ പുറപ്പെടുന്ന എസ്തറിന്റെ പുസ്തകം 8-9 കാണാനായിട്ട് പറ്റും. അപ്പം ദിസ് സ്ക്രിപ്റ്റ് ആക്യുറേറ്റ്ലി ക്യാപ്ചർഡ് ദീസ് നറേറ്റീവ്സ്. ഓക്കെ, ആലോചിച്ച് നോക്കിയേ. ഇസ്രായേലിലെ യഹൂദന്മാരെ മൊത്തം കൊന്നുമുടിക്കാൻ വേണ്ടി ഹാമാൻ ഒരു അധികാരപത്രവുമായിട്ട് വരുമ്പോൾ പിന്നെ ലേറ്റർ അതിന് കൗണ്ടർ ഡിഗ്രി ആര് പുറപ്പെടുവിക്കുകയാണ്? നമ്മുടെ സാറായുടെ കൊച്ചുമോള് പുറപ്പെടുവിക്കുക. എത്ര നാടുകളിൽ? 127 പ്രൊവിൻസസ്. അപ്പം നോക്കിയ സാറായുടെ ഓരോ വർഷവും എസ്തറിന്റെ ഭരിക്കുന്ന ഓരോ പ്രൊവിൻസസുമായി ബന്ധപ്പെട്ടിരിക്കും. ആ പ്രൊവിൻസൻസിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കിടക്കും, ഉടമ്പടിയുടെ ജനവുമായി. അപ്പൊ ഉടമ്പടിയുടെ മാതാവായിരിക്കുന്ന മദർ ഓഫ് ഓൾ ഗോഡ്ലി പീപ്പിളിന്റെ അമ്മയായിരിക്കുന്ന സാറായുടെ ഓരോ ആണ്ടും പിൽക്കാലത്ത് എസ്തറിന്റെ ഭരണദേശത്തുമായി ആ ഉടമ്പടിയുടെ ജനവുമായി അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി അതായത് ഇതിനകത്തൊരു കാര്യം, ജൂയിഷ് സ്റ്റഡീസ് സിംബോളിക് കണക്ഷൻസ് ബിറ്റ്വീൻ സാറാസ് 127 years and the 120 provinces over which Esther exercised influence. So I already told that. അതായത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ റബി അക്കീവ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു സിനഗോഗ് സ്റ്റോറിയുണ്ട്. അക്കീവ എന്ന് പറഞ്ഞൊരു വലിയൊരു, അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കാൻ യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. നെറ്റിലൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതായത് ജെനിസിസ് റബായിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, റബി അക്കീവ നോട്ടീസ് ദിസ് ഓഡിയൻസ്. ഇത് ഒരു സ്റ്റോറി പറയുമ്പോൾ ഇങ്ങനെ പറയാനുണ്ട്. അതായത് കേട്ടോണ്ടിരിക്കുന്നവരെല്ലാം ഉറങ്ങിപ്പോയത്, സ്ലീപ്പി ആൻസർ. വൈ ഡിഡ് എസ്തർ ഡിസേർവ് ടു റൂൾ ഓവർ 127 provinces? അദ്ദേഹം ഇങ്ങനെ ഒരു കഥയിൽ ഒരു ചോദ്യം ചോദിക്കുക സിനഗോഗ് സ്റ്റോറിയിൽ. എന്തുകൊണ്ട് എസ്തറിന് 127 പ്രൊവിൻസസിൽ
റൂൾ ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. ലെറ്റ് എസ്തർ ആൻഡ് ദ ഡിസെൻഡന്റ് ഓഫ് സാറായി ഹു ലിവ്ഡ് 127 years കം ആൻഡ് റൂൾ ഓവർ 126. അതിന്റെ ആൻസർ അവർ പറഞ്ഞെന്നറിയാമോ? അതായത് എസ്തർ അവളുടെ വല്യമ്മച്ചിയായ സാറായുടെ പ്രായത്തിനനുസരിച്ച് ഇത് ഭരിക്കട്ടെ എന്നുള്ള രീതിയിൽ അക്കീവ ഒരു സ്റ്റോറി അവരുടെ സിനഗോഗിൽ കൊടുക്കാറുണ്ട് എന്നത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഇത് റബനിക്കൽ ലിറ്ററേച്ചറിൽ സാധാരണയായിട്ട് കാണുന്ന കാര്യമാണ്. ഈ റബി അക്കീവയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്നില്ല. ഹി വാസ് എ ഷെപ്പേർഡ്. അദ്ദേഹം ഒരു റബനിക്കൽ ട്രഡീഷൻസ് പറഞ്ഞ ഷെപ്പേർഡ് ആയിരുന്നു. അൺഎഡ്യൂക്കേറ്റഡ് ആണ്. ഹി വാസ് റിമെയിൻ അൺഎഡ്യൂക്കേറ്റഡ് അണ്ടിൽ അബൌട്ട് ഏജ് 40. 40 വയസ്സ് വരെ എഴുതാനോ വായിക്കാനോ ഒരു അക്ഷരം അറിയാത്ത ഒരു മനുഷ്യനായിരുന്നു അക്കീവ. ആൻഡ് ഹി ലേറ്റർ ബിക്കം വൺ ഓഫ് ദ ജുഡായിസംസ് ഗ്രേറ്റസ്റ്റ് ടീച്ചർ. അതിനുശേഷം 40 വയസ്സിന് ശേഷം യഹൂദന്മാരുടെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായ ടീച്ചറായി അദ്ദേഹം മാറി. ഹി ബിക്കം ലേണിംഗ് ലോങ് സൈഡ് വിത്ത് യങ് ചിൽഡ്രൻ. അദ്ദേഹം തന്റെ പഠനം ആരംഭിച്ചത് കൊച്ചു കുഞ്ഞുങ്ങളോടുകൂടെ ചേർന്ന് 40 വയസ്സാകും. പക്ഷെ അതിനുശേഷം അദ്ദേഹം എന്തായി മാറി? ഏറ്റവും വലിയൊരു സ്കോളറായിട്ട് മാറി എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ദർ ആർ സോ മെനി തിങ്സ്. സാറാ അക്കൗണ്ടഡ് ഫോർ സംതിങ്. ഇത് എന്തുകൊണ്ട് അക്കൗണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ദൈവം തന്റെ ജനത്തെ എങ്ങനെയാ സൂക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മാത്രമല്ല, ഒരുപാട് പേര് ഗോഗ് മഗോഗ് യുദ്ധം എന്ന് പറയുന്നത് എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായത്തിൽ പറഞ്ഞ ഗോഗ് മഗോഗ് യുദ്ധം ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാണെന്ന് പഠിപ്പിക്കുന്ന ധാരാളം പേരുണ്ട്. കാരണം അത് ഗോഗ് മഗോഗ് എന്ന് പറയുന്ന യുദ്ധത്തെക്കുറിച്ച് ആ പദങ്ങള് നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഗോഗ് മഗോഗ് എന്ന് പറയുന്നത് അത് ഒരു നറേഷൻ ഫ്രം എസെക്കിയേൽ 38-39 എന്ന് പറയുന്ന ആ കൊടുത്തിരിക്കുന്ന നറേഷൻസ് അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന പ്രോഫസി, ഇറ്റ് വാസ് ഫുൾഫിൽഡ് ഇൻ ദ ടൈം ഓഫ് എസ്തർ. നിങ്ങൾ നന്നായിട്ടത് പഠിച്ചാൽ മതി. കാരണം മതിലില്ലാത്ത സമയത്ത്, നിർഭയമായിരിക്കുന്ന സമയത്ത്, സകലവിധമായ സമ്പത്തുകൾ അപഹരിപ്പാനായി ഹാമാന്റെ നേതൃത്വത്തിലുള്ള ജനത ഇസ്രായേലിനെ ആക്രമിക്കുവാനായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അല്ലാതെ ഇന്നത്തെ പോലൊന്നും അല്ല. ഇന്നും മതിലും കെട്ടി അയൺഡോമും വെച്ച് ഡേവിഡ് സ്ട്രിങ്ങും വെച്ച് പിന്നെന്തുവാ അമേരിക്ക കൊടുത്തിരിക്കുന്ന സകലവിധമായ പ്രതിരോധ സംവിധാനം വെച്ച് രാത്രി ഉറക്കമില്ലാതെ ഇങ്ങനെ ബോംബ് ഇട്ടുകൊണ്ട് നടക്കുന്നിടത്താണ് സമാധാനം. ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല എന്നൊരു കാര്യം ദൈവമക്കൾ മറന്നുപോലെ. സോ ഈസ് ഓൾറെഡി ഫുൾഫിൽഡ് ഇൻ ദ ബുക്ക് ഓഫ് എസ്തർ. ബട്ട് അപ്പോസ്തലനായ ജോൺ വെളിപ്പാട് പുസ്തകം ഹി ടുക്ക് ദി സെയിം നറേഷൻ. എങ്ങനെയാണോ ഇസ്രായേലിനെ മുടിക്കാനായിട്ട് രാജ്യം വരുന്നത് പോലെ അതുപോലെ തന്നെ ദൈവസഭയ്ക്ക് വിരോധമായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ നിന്നൊരു വലിയ കൂട്ടത്തെ സകല ജാതികളിൽ നിന്ന് കൂട്ടിവരുത്തും എന്ന് പറയുന്ന ആ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് AD 70 നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടതാണെന്ന് യാതൊരു തർക്കവുമില്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ നിശ്ചയമായിട്ടും വരുന്ന വെളിപ്പാട് പുസ്തക പഠനത്തിൽ ഞാൻ പറയുന്നുണ്ട്. എന്താണോ ഗോഗ് മഗോഗ് യുദ്ധത്തിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തോ അതേ ജനത തന്നെ AD 70 ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഇത് നിങ്ങളുടെ ഒന്ന് അടിവരയിടാൻ വേണ്ടി മാത്രം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ സാറാസ് ഇയേഴ്സ് വെയർ കൗണ്ടഡ് ഫോർ സംതിങ്. Every year of Sarah became one province. Each year was transferred. Each year corresponded to one provinces. എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊവിൻസസും ഓരോന്നുമായി ഓരോ ഏജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഇയർ ഓഫ് പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു പൈറ്റിക്കലി സിംബോളിക്കലി സംസാരിക്കുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, സാറ ഒരിക്കൽ പോലും ഒരു വാക്തത്വം കണ്ടിട്ടില്ല. ഇല്ലേ? സാറായോട് പറഞ്ഞ് നിന്റെ മക്കൾ ജാതിയായും കണ്ടിട്ടില്ല. നിന്റെ മക്കളിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും, കണ്ടിട്ടില്ല. അവർ വലിയ ആളുകളാകും. പക്ഷെ സാറയുടെ കൊച്ചുമകൾ 127 പ്രവിശ്യകളുടെ നേതാവായ രാജാവായിരിക്കുന്ന അഹശ്വേരോശിന്റെ ഭാര്യയായി ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപയാകുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സാറായുടെ ദൈവം പറഞ്ഞ പ്രോമിസസ് നിവർത്തിയാണ്. അതിന്റെ അർത്ഥം തന്നെ മരണം കൊണ്ട് പ്രോമിസസ് അവസാനിക്കുന്നില്ല. ഇസ്രായേൽ ബിക്കം ഒരു നേഷൻ ആകുമെന്ന് പറഞ്ഞു, സാറായി അത് കണ്ടില്ല. ദാവീദ് എന്ന രാജാവ് വരും, അതും കണ്ടില്ല. ശലോമോന്റെ അത് കണ്ടില്ല. മൊണാർക്കി ആകുമെന്ന് കണ്ടില്ല. ദേവാലയം വരുമെന്നത് കണ്ടില്ല. എസ്തറിനെ കുറിച്ചുള്ള പ്രവചനം കണ്ടില്ല. മശിക വരുമെന്ന് പറഞ്ഞു, കണ്ടില്ല. സാറായി വാസ് ദ ഫസ്റ്റ് മദർ ഓഫ് ഓൾ ദിസ് കവനന്റ്. ഷി നെവർ സോ എനിത്തിങ്, എനി പ്രോമിസസ്. The Bible says in Hebrews chapter 11, they died in faith, not having received the promises. അവർ ഒരു വാഗ്ദത്തവും പ്രാപിക്കാതെ വിശ്വാസത്താൽ മരിച്ചു. എന്നിട്ട് എന്താ? ബട്ട് സീയിങ് ദം ഫാർ ഓഫ്, ദൂരെ കണ്ടുകൊണ്ട് മരിച്ചു. Wow, because that's an excellent theology, excellent understanding of the Bible. But here
ഒരു സ്ത്രീ എഴുന്നേറ്റ് നിൽക്കുന്നു, വലിയൊരു സാമ്രാജ്യത്തിന്റെ അധികാരിയായി, ഇൻഫ്ലുവൻസറായി നിൽക്കുക. ആരാണവൾ? 100% വിരൽ ചൂണ്ടി പറയാൻ പറ്റും, ഷി വാസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് സറ. ഞാനിങ്ങനെ പറഞ്ഞൊറ്റ വാക്ക് പറഞ്ഞേക്കാം, ദ ഇയർ ഓഫ് ദ ഗ്രാൻഡ് മദർ ബിക്കെയിം ദ ടെറിട്ടറി ഓഫ് ദ ഗ്രാൻഡ് ഡോട്ടർ. നിശ്ചയമായിട്ടും അബ്രഹാമിന്റെ പിൻഗാമിയായ, സാറയുടെ പിൻഗാമിയായ, ബെന്യാമിൻ ഗോത്രത്തിൽ പിറന്ന കിഷ് എന്ന് പറയുന്ന കുലത്തിൽപ്പെട്ട, ലീനിയേജിൽപ്പെട്ട എസ്തർ, she became the influencer of 127 voices. Praise the Lord. ഇവിടെ വരെ ഞാൻ വാക്കുകൾക്ക് വിരാമിടാം. സോ ബൈബിളിലെ ഒരു സംഖ്യയും അപ്രധാനമായതല്ല, പ്രസക്തിയില്ലാത്തതല്ല എന്നൊരു കാര്യം ഓർമ്മയിലെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പല വർഷങ്ങൾ, ഒറ്റപ്പെടുന്ന വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ വാഗ്ദത്തം ലഭിക്കാതെ നടന്ന വർഷമുണ്ട്. സാറായിക്കില്ല. ആരെക്കുറിച്ചുള്ള വാഗ്ദത്തമായിരുന്നു? വലിയ വാഗ്ദത്തമാണ്. ഒന്നും കിട്ടാതെ മരുഭൂമിയിലൂടെ അലഞ്ഞ നാട്, ഒറ്റപ്പെട്ട നാട്. ആ നാളുകളെല്ലാം എണ്ണി എണ്ണി വെച്ച് വരുന്ന തലമുറയിൽ പൂർത്തീകരിച്ച് ഓരോ വർഷത്തിന് പകരമായി ഓരോ സാമ്രാജ്യങ്ങളെ നൽകി ആദരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഭയപ്പെടേണ്ട, ഒറ്റയ്ക്കാണെന്ന് ചിന്തയൊന്നും വേണ്ട. അയ്യോ, നിന്റെ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു. നിന്റെ ഓരോ ദിവസത്തിന് പകരമായി നിന്റെ തലമുറയ്ക്ക് വർഷങ്ങൾ അനുഗ്രഹമായി നൽകി. നീ നഷ്ടപ്പെടുത്തിയ, ഇല്ലാതെ പോയ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായിട്ടതിനെ വരുന്ന ആളുകളിൽ നൽകിത്തം ആദരിച്ചു മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ കുറച്ച് ആയുസ് കൊണ്ട് തീരുന്നു എന്ന് ദയവായി നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെ തലമുറ ഞാൻ തന്നെ അനുഭവിക്കണമെന്നുള്ള വാശിയും പിടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ തെറ്റാണ് കേട്ടോ. അങ്ങനെയൊന്നുമല്ല പഴയ നിയമം. അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവും ഒന്നും ഒരു പ്രോമിസും കണ്ടൊന്നുമില്ല. പക്ഷെ അവർ വാങ്ങിയ പ്രോമിസസാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം കിങ്ഡം ഈസ് എവർ ലാസ്റ്റിംഗ് കിങ്ഡം. ഇപ്പൊ ജോൺ ലോറൻസ് എന്ന ഞാൻ കർത്താവിന്റെ നാമനിമിത്തം എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയെങ്കിൽ എൻ്റെ ദൈവം 100% അതിന് തത്തുല്യമായി, ആ വർഷങ്ങൾക്കും ദിവസങ്ങൾക്കും തത്തുല്യമായി ദൈവരാജ്യം ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഗോഡ് വിൽ കൗണ്ട് ഇറ്റ്. മറ്റു വാക്കിൽ പറയാം, സാറ ദ ബിഗിനിങ് ഓഫ് ദ കവനന്റ് പ്രോമിസസ്, എസ്തർ the preservation of the covenant people in exiles, Christ the fulfillment of covenant promises, the new covenant people the final harvest of that promises. Thank God for these verses. May the Lord richly bless you with this word. So don't forget 127 is a very, very important number. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.